സമീപകാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു സംഘമാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്, പോലീസ് ഉള്ളത്. പക്ഷേ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം അതെല്ലാം ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശമെല്ലാം വരുന്നത് ഡാർക്ക് വെബ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ IP അഡ്രസ്സ് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഈ ഉറവിടം കണ്ടെത്തുകയോ എന്ന് പറയുന്നത് വലിയ ശ്രമകരമായൊരു ദൗത്യമാണ്. അതാണ് അന്വേഷണ സംഘത്തെയും പോലീസിനെയും എല്ലാം ഇപ്പോൾ കുഴയ്ക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ കളക്ടറേറ്റുകളിൽ കൊല്ലം, കോട്ടയം, അതോടൊപ്പം പാലക്കാട് കളക്ടറേറ്റുകളിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഒരു മാസം മുമ്പ് മറ്റൊരു സ്വകാര്യ ഹോട്ടലിൽ എത്തിയിരുന്നു. വഞ്ചൂർ കോടതിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു ഭീഷണി സന്ദേശം കഴിഞ്ഞ ദിവസം എല്ലാം വന്നു. ഇതെല്ലാം പോലീസിനെ വലിയ തോതിൽ കുഴയ്ക്കുന്നതാണ്. കാരണം ഇത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയാൽ പോലും അത് സ്ഥിരീകരിക്കുന്നതിന് പോലീസിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഒരു പടി കൂടി കടന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വന്ന സന്ദേശം. അതിൽ വിചിത്രമായ പല കാര്യങ്ങളാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും പഹൽഗാം ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള ഓപ്പറേഷനാണ് ഇന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇത് പിണറായി മോഡി രഹസ്യ ധാരണയാണ് എന്നുള്ളൊരു സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം മദ്രാസ് ടൈഗേഴ്സ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ സന്ദേശം എത്തിയത്. അതിന് സഹായം ചെയ്ത് നൽകിയത് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ നിന്നാണ് എന്ന് തുടങ്ങി അതിവിചിത്രമായിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അത് തുടക്കത്തിൽ തന്നെ CISF ഇതൊരു വ്യാജ സന്ദേശമാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. പക്ഷേ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കർശനമായ പരിശോധനയാണ് നടത്തിയത്. ഒപ്പം തന്നെ വിമാനത്താവളത്തിന് സമീപം, വിമാനത്താവളത്തിന്റെ പുറത്തെല്ലാം വലിയ തോതിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. എല്ലാ സ്ഥലത്തും ഒരു കോണും വിടാതെ എല്ലായിടത്തും വലിയ തോതിലുള്ള ഒരു പരിശോധന, ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും ഒരു പരിശോധന തിരുവനന്തപുരം വിമാനത്താവളത്തിലും അതിന് സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ നടത്തി. പക്ഷേ എന്നാൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്.